പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ റെഫറൻസ് സഹിതം നിങ്ങൾ പരിശോധിച്ചു നോക്കി തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ? ദിവസം മുമ്പ് ഞാനൊരു സംസാരം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇനിയിപ്പോ ഒരാൾ വിളിച്ചല്ലോ. ഓക്കെ നമുക്ക് ഒരു മെയിൽ അയച്ചിരുന്നു, അതിന്റെ റെസ്പോൺസ് ഞാൻ റിപ്ലൈ തരാം. ഞാനിപ്പോ ട്രാവലിംഗ്. ഓക്കെ എപ്പോഴായിട്ട് നമുക്ക് തിരിച്ച് റിപ്ലൈ തരാൻ പറ്റുമോ? ഇപ്പോഴും നമുക്ക് ഫ്രീ ആവും. അപ്പൊ നമുക്ക് അല്ല, എങ്ങനെയാ നിങ്ങൾ എന്നാണോ ഇപ്പൊ പറയാന്നാണോ അതല്ലെങ്കിൽ എന്ന് വരാൻ പറ്റുമെന്ന് പറയാന്നാണോ? നോക്കട്ടെ, ഞാൻ എനിക്കത് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ടൈം ഒന്ന് നോക്കട്ടെ. ഓക്കെ, ടൈം നോക്കിയിട്ട് പറയാന്നല്ലേ? അപ്പൊ ചെയ്യാൻ റെഡിയാണ് അല്ലേ? ആ ഓക്കെ. കാരണം അധികം നീണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംസാരിക്കുക സ്പീക്കറായിട്ട് വെച്ചിട്ടുള്ള ആളുടെ അടുത്ത് ഒന്നൊരു ടൈം പറയാനാണ്. മാക്സിമം ഒന്ന് നേരത്തെ പറയാൻ പറ്റിയാൽ ഇന്ന് വരാൻ പറ്റുമെന്ന് നേരത്തെ പറയാൻ പറ്റി കഴിഞ്ഞാൽ ഇന്ന് നാളായിട്ട് പറയാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നീങ്ങായിരുന്നു. ഓക്കെ താങ്ക് യു. ബ്രദർ, ഞാൻ ജുനൈദാണ്. വിളിച്ചിരുന്നു 2-3 ദിവസമായി. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് വരെ കിട്ടിയിട്ടില്ല. നിങ്ങളെനിക്ക് അപ്പോൾ തന്നെ അതിൻ്റെ ഇമെയിൽ റിപ്ലൈ തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ ഇമെയിൽ റിപ്ലൈ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഞാൻ രണ്ട് റിമൈൻഡർ ഓൾറെഡി അയച്ചിട്ടുണ്ട്. ഓൾറെഡി 1 റിമൈൻഡർ അയച്ചു. പിന്നെ വീണ്ടും ഒരു റിമൈൻഡർ, സെക്കൻഡ് റിമൈൻഡർ അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേണമെങ്കിൽ 3rd റിമൈൻഡർ കൂടി അയക്കാം. അപ്പോൾ നിങ്ങൾ എനിക്ക് അതിൻ്റെ റെസ്പോൺസ് തരികയാണെങ്കിൽ, അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ട് റെസ്പോൺസ് തരികയാണെങ്കിൽ ഉപയോഗമായിരുന്നു. ഓക്കെ. അയ്യോ, ഞാൻ വിട്ടുപോയായിരുന്നു. ഞാൻ ട്രാവലിംഗ് ആയിരുന്നു, നല്ല ട്രാവലിംഗ് ആണ്, ലോങ് ഡ്രൈവ് ആയിരുന്നു, അതും ബൈക്കിൽ. ഞാൻ മറന്നുപോയി. അപ്പം വേറൊരാളെ വീട്ടിൽ നിൽക്കുമായിരുന്നു. ഞാൻ നോക്കട്ടെ, ഞാൻ ഒരു ടൈം പറയാം. ഇവിടെ എനിക്ക് നല്ല ജോലി തിരക്കുണ്ട്, ഈ കുറേ വർക്കുകൾ പെൻഡിങ് കിടപ്പുണ്ട്. ഞാൻ പറയാം, ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ടൈം നോക്കാം. ഞാനതിൻ്റെ റെസ്പോൺസ് തിരിച്ചയക്കാം. ഓക്കെ, അവരെ ചോദിച്ചിട്ടേ റിപ്ലൈ തരാം. ഓക്കെ. ജോ, നിങ്ങൾ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കണു. ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടോ ഈ ആഴ്ച? നിങ്ങളെ തീരുമാനം എന്താണ്? ഈ ആഴ്ചത്തെ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഞായറാഴ്ചയായിട്ട് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചിട്ടാണല്ലോ ഇത് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെയ്യാവുന്നല്ലേ ഉള്ളൂ, വലിയ പ്രയാസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഞായറാഴ്ച വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്? കാരണം ഇപ്പോൾ വീക്കെൻഡാണ്, എല്ലാവർക്കും ലീവാണ്, ഈസ്റ്റർ ലീവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാം, ഈ ഞായറാഴ്ച സംസാരിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് 2-3 ബിസിനസ് ഓൾറെഡി റൺ ആവുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് യൂട്യൂബ് ചെയ്യുന്നത്. സോ ഇതിനിടയ്ക്ക് എനിക്ക് നോക്കട്ടെ, ഞാൻ സമയം പറയാം. സൺഡേ എനിക്ക് പറ്റൂലെന്ന് നോക്കട്ടെ, അതിന് ശേഷം ഞാൻ പറയാം. എനിക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ജോ, എന്തെങ്കിലും തീരുമാനമായോ? ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഇന്ന് പറ്റുമോ അതോ നാളെ? എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ? ഇപ്പോൾ ഞങ്ങളുടെ ലീവ് എല്ലാം കഴിയുമ്പോൾ അടുത്ത്, കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ലീവുള്ള സമയമാണ്, മൊത്തം ലീവുള്ള സമയമാണ്. ഇപ്പോൾ രാജ്യത്തും എല്ലാ സ്ഥലങ്ങളിലും ലീവുള്ള സമയമാണ്, ഈസ്റ്റർ ലീവായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഡാറ്റാസ് ഒക്കെ ഉണ്ടല്ലോ, ഇൻഫർമേഷൻ ഉണ്ടല്ലോ. പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് എടുത്ത് തരാവുന്നല്ലേ ഉള്ളൂ. കാരണം ഒരു 500 വീഡിയോ താങ്കൾ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. 500 വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഡാറ്റാസ് ഉണ്ടാവണമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇൻഫർമേഷൻസ് കാര്യമുള്ള സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ ചെയ്തുകൂടെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുമാനമാക്കിയല്ലേ, ഇന്ന് റിപ്ലൈ തരണേ ഫ്രീ ആകുമ്പോൾ. ബ്രോ, ഇന്നും നല്ല വർക്കുണ്ട്, കുറച്ച് വീഡിയോസ് ചെയ്യാനുണ്ട്. എൻ്റെ അല്ല, ഓഫീസിലെ വർക്കുകളുണ്ട്, ഡോക്ടറിൻ്റെ വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ നോക്കട്ടെ, ഫ്രീ ആണെങ്കിൽ അല്ല ഈവനിങ് അല്ല മെസ്സേജ് അയക്കും. നല്ല തിരക്കുണ്ട്. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ 2 മണിക്ക്